ഉരുൾപൊട്ടലിൽ നഷ്ടമായ ഉപജീവന മാർഗം തിരികെ കിട്ടിയതിന്റെ ആഹ്ലാദത്തിലാണ് ചൂരൽമല സ്വദേശി നിസാർ. ചൂരൽമല പുഴയ്ക്ക് സമീപത്തായി നടത്തിയ ബാർബർ ഷോപ്പ് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും നശിച്ചു പോയിരുന്നു. സന്നദ്ധ സംഘടനകളാണ് നിസാറിന് പുതിയ ബാർബർ ഷോപ്പ് നിർമ്മിച്ചു നൽകിയത്. എന്നാൽ പുനരധിവാസ ലിസ്റ്റിൽ ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ലെന്നത് നസീറിന്റെ കുടുംബത്തിന് ഇപ്പോഴും ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. രോഗിയായ മാതാപിതാക്കൾക്കും സ്വന്തം കുടുംബത്തിനും താങ്ങും തണലുമായിരുന്ന നിസാറിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റ ദിവസമായിരുന്നു 2024 ജൂലൈ 30. തലേന്ന് വരെ പ്രവർത്തിച്ചിരുന്ന തന്റെ ബാർബർ ഷോപ്പ് രാവിലെ വന്ന് നോക്കിയപ്പോൾ ചെളിയിൽ പൊതിഞ്ഞു നിൽക്കുന്നതാണ് നിസാറിന് കാണാനായത്. മേപ്പാടിയിലെ വാടക വീട്ടിലേക്ക് താമസം മാറിയെങ്കിലും ഉപജീവന മാർഗം പ്രതിസന്ധിയായി തുടർന്നു. 7 മാസത്തിനിപ്പുറം സന്നദ്ധ സംഘടനകൾ നിസാറിനായി പുത്തൻ ബാർബർ ഷോപ്പ് തന്നെ നിർമ്മിച്ചു നൽകി. വലിയൊരു സന്തോഷം. നമ്മളെ ഈ പീപ്പിൾ ഫൗണ്ടേഷൻ അതേമാതിരി വിശ്രം ഒന്ന് രണ്ട് സംഘടന നമ്മളെ സഹായിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ അത് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ അവർക്കൊക്കെ നല്ലത് മോനെ, കട കിട്ടിയതിൽ സന്തോഷം. നല്ല രീതിയിലായി ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗമായി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇരിക്കത്തരല്ല, അതേ ഉള്ളൂ സങ്കടം. സങ്കടം തോന്നാതിരിക്കുമോ? സങ്കടം തന്നെ ഉള്ളൂ. എന്താ ചെയ്യാ, പഠിച്ചാൻ ഓരോരുത്തർ കണക്കാക്കിയല്ല. എന്നാൽ രണ്ടാംഘട്ട ലിസ്റ്റ് വരുമ്പോഴും പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നത് നിസാറിനും കുടുംബത്തിനും പ്രതിസന്ധിയായി തുടരുകയാണ്. വാസയോഗ്യമല്ലാത്ത സ്ഥലത്താണ് നിസാറിന്റെ വീട്. പക്ഷേ പട്ടികയിൽ വീടില്ലാത്തതിനാൽ വാടക വീട്ടിൽ തുടരേണ്ട ഗതികേടിലാണിവർ. കംപ്ലീറ്റ് തകർന്നു പോയി. കാരണം അവിടെ താമസിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഉരുൾപൊട്ടിയതിൻ്റെ ഒരു 100 മീറ്റർ ഇപ്പുറത്താണ്. കാരണം അപ്പുറത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിശക്തമായ സ്ഫോടനമല്ലേ. അപ്പോൾ അതിൽ ശരിക്കും തെരിച്ചു വൈബ്രേറ്റ് വന്നിട്ട് വീടൊക്കെ ചുമരൊക്കെ പൊടിഞ്ഞ് വാസയോഗ്യമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ. സർക്കാർ ഇനി വീട് തന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വാടകക്കോ എന്തെങ്കിലും ഷെഡ് കെട്ടിയിട്ടോ എങ്ങനെയെങ്കിലും അവിടെ ഇനി ഒരിക്കലും അവിടെ പോയി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. നിസാറിനെ പോലെ അതിജീവനം തേടുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴുമുണ്ട് മേപ്പാടിയിലും സമീപ പ്രദേശങ്ങളിലും. സർക്കാർ നിസ്സംഗമായി നിൽക്കുന്ന ഇവിടെ സന്നദ്ധ സംഘടനകളാണ് ഇവർക്ക് കരുത്താകുന്നത്. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.